ശ്രീമതി ആരതി, നമ്മൾ ഈ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ളതുണ്ട്. നമ്മൾ ചെറിയൊരു കുട്ടിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അത് അവരുടെ ഒരു ഭക്ഷണത്തിന്റെ തന്നെ ഭാഗമായി കഴിഞ്ഞു മൊബൈൽ എന്നുള്ളത്. പിന്നീട് അത് അവരെ വാശി പിടിക്കുന്നു, കരയുന്നു, നമ്മൾ കൊടുക്കുന്നു, പിന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ മോശം പാരന്റിംഗ് എന്ന് തോന്നുന്നുണ്ടോ? അതെ അതെ അത് വളരെ ഒരു പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഈ ബുക്കുകളിലേക്ക് തിരിയുന്നില്ല, പുസ്തകങ്ങളിലേക്ക് നമ്മൾ തിരിയുന്നില്ല എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട് ഇതില്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ റൈംസ് ഒക്കെ പാടി അല്ലെങ്കിൽ ബുക്കിലുള്ള കഥകളൊക്കെ വായിച്ചിട്ടായിരുന്നു പാരന്റ്സ് ഈ ഭക്ഷണം കൊടുക്കുക, പാട്ട് പാടി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് തന്നെ ഇതൊരു ശീലം എന്ന് വെച്ചാല് നമ്മള് ഒരു ബീങ് എ റോൾ മോഡൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കുഞ്ഞുങ്ങള് എന്താണ് കുഞ്ഞിലേ മുതൽ കാണുന്നത് അത് അവർ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും, ഇന്റേണലൈസ് ചെയ്യുകയും ചെയ്യും. ഇമിറ്റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആക്ഷൻ അതുപോലെ ആക്ഷൻ കാണിക്കുക എന്നുള്ള ഒരു മിമിക്രി പോലെ. ഇന്റേണലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ, പാരന്റ്സിന്റെ കാര്യം ഞാനിപ്പോ എടുത്തു പറയുന്നത്, പാരന്റ്സ് പോലും അറിയാതെ പാരന്റ്സിന്റേതായിട്ടുള്ള ശീലങ്ങൾ, അവരുടെ രീതികളെല്ലാം ഈ കുട്ടികൾ ഒരു 1.5 വയസ്സ് മുതൽ അതിനേക്കാൾ മുമ്പെന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അവര് ഒരു മാഗ്നറ്റ് പോലെ ഇത് ക്യാച്ച് ചെയ്യും. അപ്പൊ നമ്മൾ വീട്ടിൽ ഒരുപാട് TV കാണുന്ന ശീലവും അതുപോലെ തന്നെ മൊബൈൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ ഇവർക്ക് ഇതൊരു കറക്റ്റ് ഒരു ഹാബിറ്റ് ആണ് തോന്നുന്നത്. അവർക്ക് ഇതിലൊരു തെറ്റ് കാണാൻ കഴിയില്ല. അപ്പൊ അവരും നോക്കുമ്പോ ഇതിൽ കൊള്ളാലോ, പല മൂവ് ചെയ്യുന്ന പല കാര്യങ്ങൾ വരുന്നു, ഇതൊരു എക്സൈറ്റിംഗ് ആണ് എന്നുള്ളൊരു ഫീല് തോന്നിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവര് ചിലപ്പോ ഈ ഭയങ്കര കരയുന്ന കുഞ്ഞിനെ നമ്മളിപ്പോ എല്ലാവരും തിരക്കിലാണല്ലോ, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും അധികം സമയം ചെലവഴിക്കാൻ ഇല്ല. അപ്പോ പെട്ടെന്ന് ഈ കരച്ചിൽ നിർത്തുക എന്നൊക്കെ ഉള്ള ഒരു ആവശ്യത്തിന് നമ്മൾ ചിലപ്പോ ഈ കുട്ടിക്ക് മൊബൈൽ കൊടുക്കും. അപ്പൊ അവനത് സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോ ഇത് കണ്ട് പിന്നെ വലിയ ആയാസം ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അതെ, പാരന്റ്സിനും അത് ഈസിയാണ്. കുട്ടികൾ വിചാരിക്കും ഇത് കൊള്ളാം, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇനി നെക്സ്റ്റ് പ്രാവശ്യം ഇതുപോലെ കരഞ്ഞ ഇത് കിട്ടും എനിക്ക്, അങ്ങനെയുള്ള ഒരു ഇൻസെന്റീവ് പോലെ അവർ കുട്ടികൾ ഇത് വിചാരിക്കുകയും ചെയ്യും. അപ്പോ ഇതില് തീർച്ചയായിട്ടും ഒരു ഹാബിറ്റ് ഫോർമേഷൻ അവിടെ വരുന്നുണ്ടെന്നുള്ളതും അതുപോലെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ്. അത് വ്യക്തമാണ്. അതായത് താങ്കൾ പറയുന്നത് ചെറിയ കുട്ടികളിലെ ഈ മൊബൈൽ ഉപയോഗം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരു പരിധി വരേക്കും അങ്ങനെയാണ്. നമുക്ക് ടീനേജിലോട്ട് വരാം. ടീനേജ് വളരെ പ്രധാനപ്പെട്ട ഏജ് ആണ്. നമ്മൾ ഒന്ന് തല്ലാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല, തിരിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രായമായി കാണും, അല്ലെങ്കിൽ പക്വത ഇപ്പോഴത്തെ ടീനേജിലെ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് അവർ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ അവരെ എങ്ങനെയാണ് നമുക്ക് ഒന്ന് നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നേർവഴി നടത്താൻ പറ്റുന്നത്? ഇത് നേരത്തെ പറഞ്ഞ പോലെ ചെറുതിലേ ഉള്ള ശീലമാണ്. നമ്മൾ ആ ചൈൽഡ്ഹുഡിൽ തന്നെ ഇവര് പ്രാക്ടീസ് ആവുകയാണെങ്കിൽ ടീനേജിൽ ഇവരുടെ ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ഇന്റൻസ് ആയിരിക്കും. ടീനേജിൽ പെട്ടെന്ന് വന്ന് നമുക്ക് മൊബൈൽ മാറ്റുക എന്ന് പറയുന്നത് ഹെർക്കുലിയൻ ടാസ്ക് ആണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ആ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾക്ക് ഈ മൊബൈൽ വേണ്ട, 0 മൊബൈൽ സോൺ എന്നുള്ളത് ഇപ്പൊ ടീനേജിൽ നമുക്ക് ചെയ്യണം. പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഒരു വീട്ടിൽ ഇപ്പം പ്രത്യേകിച്ച് പാരന്റിനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരു 0 മൊബൈൽ സോൺ അല്ലെങ്കിൽ 0 ഡിജിറ്റൽ സോൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടാക്കുക, ടൈം ഉണ്ടാക്കുക. ഇപ്പൊ ടീനേജില് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നോട്ട്സ് എല്ലാം പലതും മൊബൈലിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതും ഫോണിലാണ്. അപ്പോ നാച്ചുറലി ഇവർക്ക് ആവശ്യമുണ്ട്, ഇല്ല എന്നല്ല. നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൈൽഡ്ഹുഡിൽ തന്നെ ഇത് ആദ്യത്തെ കാര്യം റെസ്ട്രിക്ട് ചെയ്ത് അവർക്ക് ആ ഒരു ബുക്സ് ആയിട്ടും അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ടും ഒക്കെ ഇവർക്ക് അതിനോടുള്ള ഒരു നടത്തുക. ഇനി ഒരു ടീനേജില് പ്രത്യേകമായിട്ട് അവരോട് പറയണം, ഇത്ര സമയം യൂസ് ചെയ്യാം, ഇത്ര സമയം, അത് കറക്റ്റ് നമ്മൾ അതേ സമയമാകുമ്പോൾ തിരിച്ച് മേടിക്കണം. അങ്ങനെ ഒരു ശീലം അവരിൽ വളർത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അതുപോലെ നമുക്ക് വേറെ മൊബൈൽ ട്രാക്കിംഗ് നമ്മളുടെ ഗാഡ്ജറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആപ്സ് ഉണ്ട്, പിന്നെ മൊബൈൽ അലാംസ് ഉണ്ട്. വേറെ ഇത്ര ടൈം ആകുമ്പോൾ നമുക്കത് വെക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യണം. അതൊരു സ്ട്രിക്റ്റ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ കൂടുതൽ എടുത്ത് പറയണം തോന്നുന്നു. നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് അതിനൊരു കൃത്യമായ സമയം കൊടുക്കണം. ആ സമയം കൊടുക്കേണ്ടത് നമ്മുടെ നൂതന ടെക്നോളജീസ് ഉപയോഗിച്ച് തന്നെ ആകുമ്പോൾ അതിൽ അവർക്ക് വേറെ എതിർപ്പൊന്നും പറയാനാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്കൂളിലേക്കുള്ള കൗൺസിലിംഗ് അടക്കമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം അത് എടുക്കണം. കാരണം പാരന്റിംഗ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു വിഷയം തന്നെയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും സമയം
സംസാരിച്ചതിന് ഡോക്ടർ ആരതി കെ നായർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3യുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.